ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം നാളെ വിഷുവാണ്. നിങ്ങൾ കാണുന്നത് നാളെ വല്ലതും ആയിരിക്കും. അത് ഇന്നാണോന്ന് എനിക്കറിയില്ല. വീഡിയോ വരുമ്പോഴേ നിങ്ങൾ കാണത്തുള്ളൂ എന്തായാലും. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ വിഷു ഷോപ്പിങ്ങിന് പോവാണ്. വലിയ കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്യുന്നില്ലെങ്കിലും കണി വെക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ച് മുമ്പ് പടക്കം മേടിക്കാൻ ഞാൻ പോയില്ല, ചേട്ടായി അച്ചിച്ചയും കൂടിയിട്ട് പോയായിരുന്നു. ആ ഷോപ്പിങ്ങിന്റെ വീഡിയോ ഇപ്പൊ എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ദേവരിപ്പോൾ തൃപ്പൂണിത്തറ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ വേറൊരു ആവശ്യത്തിന് അച്ചിച്ചാട് ഇതിന് പോവുകയാണ്. അപ്പം പോയിട്ട് തിരിച്ചു വരുമ്പോഴാട്ടോ അതാണ് കട, അവിടെ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കടയാട്ടോ അത്. അപ്പോഴത്തേക്ക് ഇനി അവിടെ പോയിട്ട് വരണം. അപ്പോഴത്തേക്ക് കുറച്ച് സംഭവങ്ങൾ അച്ചിച്ചക്ക് മേടിക്കാനുണ്ട് കേട്ടോ. അവിടുത്തെ തിരക്ക് നോക്കിയാൽ എന്തൊരു തിരക്കല്ല, അതവിടെ ഇങ്ങനെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്ന കേട്ടോ. തിരക്കാണോ? തിരക്കാന്ന് പറയുന്നു ഗൈസ്, എനിക്കറിയില്ല, ഞാൻ പോവാത്തതുകൊണ്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയില്ലായിരുന്നു, എനിക്ക് എണീക്കാൻ കഴിയല, എനിക്ക് പോകാൻ കഴിയല. ഇന്നലെ ഞാൻ ഒരു സ്ഥലം വരെ പോയായിരുന്നു, അതുകൊണ്ട് ക്ഷീണിച്ച്. ഇപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട്. ഇനി അവർ മറ്റേ അച്ചിച്ചക്ക് ആവശ്യമുള്ള സംഭവം മേടിച്ചിട്ട് ഇവിടെ വന്ന് മേടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏനാദിയിലും ഞങ്ങൾ കണി വെക്കുന്നുണ്ട്, രണ്ടിടത്തും കണി വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് രണ്ടിടത്തുനിന്നും മേടിക്കുന്നുണ്ട്. പടക്കമൊക്കെ മേടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷുവിന് ഇതൊക്കെ പൊട്ടിക്കാനുള്ളൊരു സൂപ്പർ പടക്കങ്ങളൊക്കെയാണ്. അപ്പം എന്തൊക്കെ ടൈപ്പ് പടക്കമാണുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ ശരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഒന്ന് പോയി നോക്കണം. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് പറയേണ്ടതെന്ന് വരെ എനിക്കറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെ ഗൈസ്, ഇവിടെ എത്തി. അപ്പോൾ ഇതൊരു കടയിലാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കണിവെള്ളരി മേടിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. അതിനിടക്ക് നോക്കുമ്പോഴാണ് ഇത് നോക്കി എന്തോരം, അത് പ്രാവാട്ടോ, മൊത്തം പ്രാവാണ്, പറക്കണുണ്ടോ ഇടക്ക്. നല്ല രസമുണ്ട്, അതുകൊണ്ടാണ് അവർ വീഡിയോ എടുത്തത്. ഇടക്ക് വെള്ളപ്രാവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പടക്കക്കട, വിഷു കിറ്റായിട്ടായിട്ടോ നമുക്ക് പടക്കം കിട്ടുന്നത്. ഇപ്പോൾ അവർ പോയി മേടിക്കൂ. ഇതിൽ വെറൈറ്റി ടൈപ്പ് പടക്കമൊക്കെ ഉണ്ട്. പിന്നെ അധികം പൊട്ടുന്ന ടൈപ്പൊന്നും ഇല്ല കേട്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് പോയി മേടിക്കേണ്ടി വന്നു. അപ്പോൾ പൊട്ടുന്ന പടക്കം അല്ലാണ്ട് കമ്പിത്തിരൊക്കെ കുറേ ഉണ്ട്. ഇനി ആ വീഡിയോ കഴിഞ്ഞു നമുക്ക് നേരെ തലയോലപ്പറമ്പിലേക്ക് പോവാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ മേടിക്കുന്നത്. അവിടെ ആണെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോകണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛയുടെ കൂട്ടത്തിലാണ് പോകുന്നത്, ചേട്ടായി അമ്മയും കൂടി ആട്ടോ പോകുന്നത്. അതിനിടക്ക് പക്രു നിൽക്കണുണ്ട് കേട്ടോ. അതേ ഗൈസ്, ഇവിടെ തലയോലപ്പുറമിലുണ്ടല്ലോ ഈ വിഷുവിൻ്റെ തലേ ദിവസം ഇവിടെ നല്ല തിരക്കാണ്. തിരിയാൻ പറ്റാത്ത അത്രയും തിരക്ക് വരും കേട്ടോ. ഇച്ചിരി കൂടി കഴിയുമ്പോഴാണ് തിരക്കൊക്കെ വന്നെ. അതിനിടക്ക് സൂര്യൻ അസ്തമിക്കുകയാണ്. അപ്പം അതിനിടക്കാണ് നമ്മളൊരു കടയിൽ കയറി. അമ്മയാണെ വളം മേടിക്കാൻ കയറിയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന ലിപ്സ്റ്റിക്കൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നോക്കിയത്, പക്ഷെ കിട്ടിയില്ല. എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള കളറും ഇല്ല അവിടെ, ഒരു സുഖമില്ലാത്തതാണ്. ഞാൻ എല്ലാം തുറന്നു നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മേൻ്റെ അടുത്ത് വേണ്ടി ഞാനിപ്പോൾ ചോദിക്കുവാണ്, അമ്മ ഇത് മേടിക്കതേ കാണിക്കണേണ്ട, അമ്മ കണക്ക് മേടിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ അമ്മ നൈസായിട്ട് സോപ്പ് ഇട്ടപ്പോൾ അമ്മ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനതിൽ കൂടുതൽ നോക്കാൻ നിന്നില്ല. പിന്നെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ചുമ്മാ തുറന്നു നോക്കി, കിട്ടിയത് വേണമെങ്കിൽ മേടിക്കാൻ, വേണ്ട അങ്ങനത്തെ രീതിയിൽ ഞാൻ എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇത് കണ്ടില്ലേ, ഒരു നല്ല ഇങ്ങനെ ബ്രൗൺ ഡാർക്ക് കളറാട്ടോ. അമ്മക്കാണെങ്കിൽ കുപ്പിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുപ്പിവെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടോ ശരിക്കും. എന്നിട്ട് എനിക്കൊരു മാലയും മേടിച്ചു. ഈ മാലയല്ല, കഴുത്തി കിടക്കുന്നതല്ല, വേറൊരു മാല മേടിച്ചു കേട്ടോ. അപ്പം അത് രണ്ട് ടൈപ്പ് കുപ്പിവെള്ളമൊക്കെയാണ് അമ്മ മേടിച്ചത്. നമുക്ക് കുപ്പിവെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് അമ്മ കുപ്പികളെ മേടിക്കാൻ കയറിയത്. ഇത് കണ്ടില്ലേ, ഒരു മുട്ടത്തോട്ട് പൊട്ടി വന്ന കൂട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ആട്ടോ ഇട്ടിരിക്കണേ. ഇത് എല്ലാവർക്കും പറ്റിയ കളർ ആണെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടോ, ഒരുമാതിരി ഒരു കളർ. ഞാൻ ട്രൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കും, ഇട്ട് നോക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ പലതും പൊട്ടിയിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാൻ നിന്നില്ല. ഇതിനിടക്ക് അമ്മ ഇത് കണ്ടില്ല, ഈ ഒരു നീല കളറൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കോ, കടുമിട്ട് കളർ. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ കളറൊന്നും. അതിനിടയ്ക്ക് എൻ്റെ മാലയും ഈ വളയും തമ്മിൽ മാച്ചിങ് ആണ് കേട്ടോ. ഇത് അമ്മക്കാണ്, ഇത് കണ്ടില്ല ഞാൻ കാണിക്കുന്നുണ്ടോ, മാലയും വളയും മാച്ചിങ്ങാണ്. അമ്മക്കാണ് ശരിക്കും. അമ്മക്കും എനിക്കും ഒരേ കൈവലിപ്പമാണ്. അമ്മയുടെ വള എനിക്കും കയറും, എൻ്റെ വള അമ്മക്കും കയറും കേട്ടോ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് ഒരു സെറ്റ് വള മേടിച്ചാൽ മതി.
എനിക്ക് എന്നാലും ഒരു ചെറിയ ലൂസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാകമാണ്. അപ്പോൾ ഗൈസ് ഞാനൊരു ലിപ്സ്റ്റിക്ക് തുറന്നു നോക്കിയപ്പോഴാണ് ഒരു പണി വന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു നിബില്ല ഗൈസ്, ഞാൻ പൊട്ടിച്ചെന്നവർ ഓർക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതേ ഇവിടെ നിന്ന് നമുക്ക് മത്തങ്ങ മേടിക്കണം. മത്തങ്ങയാണോ അത്? മത്തങ്ങയാന്ന് തോന്നുന്നു. മേടിക്കണം, കണി വെക്കാനുള്ള ചെറിയ മത്തങ്ങ. അവിടെ വേറെ നല്ലതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാം ഇങ്ങനെ കേട് വന്ന കൂട്ടുള്ളതാണ്. പിന്നെ കിട്ടിയത് ഒരെണ്ണം നല്ലതെടുത്തു. പിന്നെ കണി വെക്കുമ്പോൾ ചെറുതല്ലോ നല്ലത്, അപ്പോൾ വലുത് ഒത്തിരി മേടിച്ചാൽ നമുക്ക് എല്ലാം കൂടി വെക്കാൻ പറ്റില്ല. അപ്പം അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് മേടിക്കണം കേട്ടോ. ഇവിടെ തക്കാളി മാങ്ങയും പഴം എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് വള കിളിക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഞാൻ എനിക്കെന്താ പറയണ്ടതെന്ന് അറിയത്തില്ല, എന്തോരം ട്രാഫിക്കാന്ന് നോക്കി. ഇവിടെ ആണെങ്കിൽ ഈ വിഷുവിൻ്റെ തലേ ദിവസം വന്നാൽ ഇവിടെ തിരക്കായിരിക്കും, ഒരു ഒറ്റ വണ്ടിക്ക് മര്യാദക്ക് പോകാൻ പറ്റില്ല, നല്ല തിരക്ക്. ഇച്ചിരി കൂടി ഇരുട്ടി കഴിയുമ്പോൾ ഇത് കണ്ടില്ല, അതിനിടയ്ക്ക് നമ്മൾ വേറെ പടക്കം പോയി മേടിച്ചായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഞങ്ങൾ റോക്കറ്റ് മേടിച്ചു. പിന്നെ ഒരു എന്തൊരു മോളിൽ പോയി പൊട്ടണ സാധനം മേടിച്ചു, അത് രണ്ടും മേടിച്ചു കേട്ടോ. പിന്നെ ഒരു പെൻസിലും മേടിച്ചു. ഇത് ഫ്രൂട്ട്സ് കടയിൽ നമ്മ മുന്തിരിയൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. എനിക്ക് അതിനിടയ്ക്ക് ഉറക്കവും വരുന്നുണ്ട്, എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് വെറുതെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്നൊരു റോക്കറ്റാണെങ്കിൽ നിലത്ത് പോയി ഗൈസ്. ഞാൻ ഇതായിട്ട് കിട്ടിയിട്ടാ, ഞാൻ പെട്ടെന്ന് പിടിച്ചു പോയി. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, ചേട്ടായിയെ പറഞ്ഞു തന്നെ. അപ്പം ഇവിടെ വേറൊരു കടയിൽ കയറിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ കടയുടെ മുമ്പിലൊരു സംഭവം, ഇതാണ് മുട്ടയിടുന്ന യമുവിൻ്റെ പുറകിലായിട്ടാണെങ്കിൽ ബലൂൺ കുത്തിക്കയറ്റി വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നത് അത് വല്ല കത്തിക്കുമ്പോൾ ഇങ്ങനെ മുട്ട വന്ന കൂട്ട് വീർത്ത് വരുമായിരിക്കും, അതായിരിക്കും അവരുടെ മുട്ടയിടുന്ന യമു. അതിന് നല്ല വിലയാട്ടോ, കത്തി വില 100 സംതിങ് എന്തോ ആണ് അതിൻ്റെ വില, 100 200 അല്ല 100 ആയിരിക്കുള്ളൂ. ഈ കടയിൽ വെറൈറ്റി പടക്കങ്ങളാണ്, മൊത്തം പൊട്ടണ ടൈപ്പ് പടക്കങ്ങളാട്ടോ. ഞങ്ങൾ കമ്പിത്തിരി പിന്നെ ഒരു സെറ്റായിട്ട് മേടിച്ചു. എന്താണെന്ന് വെച്ചാൽ കിറ്റ് മേടിക്കുമ്പോഴത്തേക്ക് കുറേ കിട്ടുമല്ലോ. അപ്പം ഞങ്ങൾ അതിനിടയ്ക്കൊരു കടയിൽ കയറി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുടിക്കണ്ടേ, വെള്ളം കുടിക്കാനാണ് ശരിക്കും കയറിയത്. അമ്മ അതിനിടയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനും അച്ഛയും പഴംപൊരി മേടിച്ചു, അമ്മയും ചേട്ടായിയും ബജ്ജി മേടിച്ചു. ബജ്ജി ഒരു 4 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് അവർ 2 എണ്ണേ കിട്ടിയുള്ളൂ, ബാക്കി തീർന്നു പോയി ഗൈസ്. ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. ഞാനാണ് അതിന് ബജ്ജി മുക്കണ ആ മസാലയില്ലേ അതിട്ടിട്ടൊക്കെ കഴിക്കുക കേട്ടോ ഒരുമാതിരിയായിരുന്നു, നല്ല ചൂടെടുക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ ലൈം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന എന്ത് കോപ്രായായിട്ടും ഇവർക്ക് പ്രാന്താണെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷെ എനിക്ക് പ്രാന്തമായിട്ടല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉപ്പും മധുരവും. നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഒച്ചയാട്ടോ ഇപ്പോൾ കേൾക്കുന്നത്. നമ്മൾ ഇത്ര ഐറ്റംസ് ആട്ടോ മേടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ കാണാത്ത പലതും ഇതിലുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ വീഡിയോസിൽ അവരൊക്കെ പടക്കം പൊട്ടിക്കുക, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇച്ചിരി ഇതിൽ 2 കമ്പിത്തിലൊക്കെ എടുത്ത് കത്തിക്കണം, അതൊക്കെ നമ്മുടെ ഇതല്ലേ. അപ്പം ഇതൊരു മയിൽപ്പീലി പടക്കമാണ്. ഇത് എവിടെ വെച്ചാൽ പൊട്ടിക്കുന്ന, ഏത് സൈഡാണ് പൊട്ടിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇത് ഇവിടെ വെച്ച് 3 സൈഡിൽ നിന്നൊക്കെ വരും കേട്ടോ, അത് ഇതുകൂട്ട് വരും ഇങ്ങനത്തെ മയിൽപ്പീലി. പിന്നെ ഇത് പെൻസില്, ഇതെന്നാ വീഡിയോ എടുക്കുക അച്ഛൻ. പിന്നെ ഇത് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സാധനം, ഓലപ്പടക്കം. പിന്നെ ഇതെന്തോ ഒരു സാധനം എനിക്കറിയില്ല, ഇത് ചറവറ. പിന്നെ ഇത് ചക്രം, മറ്റേ തീപ്പെട്ടി, അങ്ങനെ പലതരം സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ റോക്കറ്റ് ഇതിനെന്തൊക്കെ വീഴുന്നു. അപ്പൊ ഇതൊക്കെ എന്തോ വെറൈറ്റി സാധനമാണ്, എനിക്കറിയില്ല. പിന്നെ ഇത് ഇത്രയും നീട്ടമുള്ള കമ്പിത്തിരി. അപ്പൊ ഇതൊക്കെയാട്ടോ നമ്മുടെ സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ വിഷു വീഡിയോ വരും കേട്ടോ. എന്ന് വെച്ചാൽ നാളത്തെ കണി വെക്കുന്ന വീഡിയോ ഒക്കെ വരും, അപ്പം അതെല്ലാവരും പോയി കാണണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പടക്കങ്ങളാണിത്, ഇത് മറ്റേ പടക്കം, ഇതിൻ്റെ പേര് അറിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കേട്ടോ, മറക്കരുതേ. ബൈ.